ശരി, ശ്രീ എം വിജിൻ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വെക്കുന്നുണ്ട്. ഒന്ന്, ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നടപടിയും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായതാണ്. ഒന്ന്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കം ചെയ്യപ്പെട്ടു. രണ്ട്, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നീട് KPCC അധ്യക്ഷൻ പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു ന്യായീകരണവും ഒരു യുക്തിയും ഇല്ല. കാരണം ഒരൊറ്റ കേസ് പോലും രാഹുലിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതികളായിട്ടില്ല, പാർട്ടിക്ക് പരാതിയായി എത്തിയിട്ടില്ല എന്നാണ്. മാത്രമല്ല, മുകേഷ് MLA കാര്യത്തിൽ ഇതുപോലെ CPIM വെട്ടിൽ വീണ സമയത്ത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാട് ഔദ്യോഗികമായി സ്വീകരിച്ച പാർട്ടിയാണ് CPIM. അന്ന് പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ കുറ്റാരോപിതരായ ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടില്ല, കാരണം കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ മന്ത്രിസ്ഥാനം നൽകാൻ കഴിയും, പക്ഷേ MLA സ്ഥാനം തിരികെ നൽകാൻ കഴിയില്ല എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി 31 ഓഗസ്റ്റ് 2024 മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് രാജിവെക്കും വരെ സമരം എന്നൊരു പ്രഖ്യാപനം നടത്താൻ കഴിയുക? അല്ല, യഥാർത്ഥത്തിൽ അങ്ങയുടെ ചോദ്യത്തിലേക്ക് അതിൻ്റെ മറുപടിയിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ, ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നടത്തിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടി മാത്രമാണ്. സസ്പെൻഷൻ എന്നതുകൊണ്ട് എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സസ്പെൻഷൻ ഞാൻ ഇവിടെ പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരുപാട് വർഷങ്ങൾ 92 മുതലുള്ള മാത്രം എടുത്തു നോക്കിയാൽ K മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, AP അനിൽകുമാർ, ശരത്ചന്ദ്ര പ്രസാദ്, MA വാഹിദ്, നിരവധി പേർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ആ സസ്പെൻഷൻ കിട്ടിയ ആളുകളെല്ലാം അതേ സ്ഥാനത്ത് നേതൃത്വമായി നിൽക്കുന്നുമുണ്ട്. അതുപോലെ ഒരു പൊടിയിടൽ സസ്പെൻഷനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത്. അതിൽ രണ്ട് ഭാഗമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് സസ്പെൻഷനിൽ ഒതുക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാകും. അദ്ദേഹം വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. സാധാരണ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പത്രസമ്മേളനത്തിൻ്റെ പെർഫോമൻസിൻ്റെ മുഖഭാവം പോലും അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. കാരണം രാഹുലിനെതിരായിട്ടുള്ള കടുത്ത നടപടിയെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവും ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിൽ നിന്ന് വെളിയിലേക്ക് വരും എന്നത് മറ്റൊരു ഭാഗമുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുകയല്ല. നിങ്ങൾ പരിശോധിച്ചു കൊള്ളുക മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ. മറ്റൊരു ഭാഗമുള്ളത് കോൺഗ്രസിന്റെ ഭരണഘടന ആരോപണമാണല്ലോ വിജിൻ. എന്ത് കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നാണ് CPIM കരുതുന്നത്? അല്ല, അതെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി തന്നെ മനസ്സിലാകും. ഈ രാഹുൽ മാങ്കൂട്ടവും ശ്രീ VD സതീശനും ശ്രീ ഷാഫി പറമ്പിലും തമ്മിലുള്ള അങ്ങേയറ്റമുള്ള ആ ബന്ധത്തെ കോൺഗ്രസിനകത്തും അറിയാം, കോൺഗ്രസിന് പുറത്തും അറിയാം, മാധ്യമപ്രവർത്തകർക്കും അറിയാം. അതെല്ലാം ഘട്ടം ഘട്ടമായി പുറത്തു വരേണ്ട പല ഭാഗങ്ങളുണ്ടാവും. അതുകൊണ്ട് ഭയന്നായിട്ടാണ് കണ്ണിൽ പൊടിയിടത്തക്ക വിധത്തിലുള്ള ഒരു സസ്പെൻഷൻ. ഞാൻ ഇതുകൂടി പറഞ്ഞാൽ അതിലേക്ക് കാര്യങ്ങളെത്തും. അതിൽ കോൺഗ്രസിൻ്റെ ഭരണഘടന പ്രകാരം ഒരു ജനപ്രതിനിധിയായ ഒരു കോൺഗ്രസ് പ്രവർത്തകനെതിരെ അച്ചടക്ക നടപടി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നത് ഡിസിപ്ലിനറി റൂൾസ് പേജ് നമ്പർ 51 ക്ലോസ് 6 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഭാഗം, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ MLA ബാർ MP ബാർ ജനപ്രതിനിധി എന്നീ പദവി വഹിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ അയാളോട് ആ പദവി രാജിവെക്കാൻ ആവശ്യപ്പെടണം. ഇതാണ് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ പറയുന്ന ഒരു ഭാഗം. എന്തേ അത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത്? എന്തേ സസ്പെൻഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ പൊടിയിടുന്ന ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗമുണ്ട്. എന്താ? ഇവിടെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന FIRനെ സംബന്ധിച്ചിടത്തോളമാണ്. FIRനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സംശയം പറയുന്നു. കോൺഗ്രസിൻ്റെ ആഭ്യന്തരമായ അന്വേഷണം നടത്തിയില്ല. പിന്നെ കോൺഗ്രസ് എന്തിനാ യൂത്ത് കോൺഗ്രസ് പദവി സ്ഥാനത്തു നിന്നും ഇതാ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് കണ്ണിപ്പൊടിയിടും വിധം സസ്പെൻഷനും നടത്തിയെന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്? യഥാർത്ഥത്തിൽ ഈ ഗൗരവമായ ഒരു വിഷയം അല്ല. ഞാൻ ചോദിക്കുന്ന വളരെ ലോജിക്കായി അങ്ങ് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഇവർ അന്വേഷണം നടത്തിയിട്ടില്ല, FIR ഇല്ല, പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നു, കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുന്നു. ഇവർ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താ? യൂത്ത് കോൺഗ്രസിന് വേണ്ട, കോൺഗ്രസിൻ്റെ കണ്ണിൽ പൊടിയിടാൻ സസ്പെൻഡും ചെയ്യുന്നു, ഞങ്ങൾക്കും വേണ്ട എന്ന് കാണിക്കുകയാണ്. പിന്നെ ജനങ്ങളാണോ
ഇവരെ തെരഞ്ഞെടുത്ത, നേരത്തെ അങ്ങ് ചോദിച്ച പോലെ ഈ തെരഞ്ഞെടുത്ത ജനങ്ങളാണ് ഇത് സഹിക്കേണ്ടത്? ആ ഒരു ആംഗിളിലല്ലേ ഇത് അവതരിപ്പിക്കുന്നത്? ഇത് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ മുകേഷ് എന്ന വിഷയം പോലെയാണോ രാഹുൽ മാങ്കൂട്ടം വിഷയം നിൽക്കുന്നത്? നമുക്ക് ഗൗരവതരത്തിൽ ചർച്ച ചെയ്യാം. ആ ചർച്ചയിൽ നിന്നും ഞങ്ങൾ എവിടെ ഒഴിച്ചോടുന്നില്ല. മുകേഷിൻ്റെ വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒന്നുപോലെയാണോ? മുകേഷിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനതിൻ്റെ ചർച്ചയെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ എങ്കിൽ പോലും 2010-ലും 2011-ലും നടന്നൊരു സംഭവം 2012-ൽ ഇതാ എന്നെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ തന്നെ എൻ്റെ കയ്യിലുണ്ട്, വീഡിയോ. അത് 24-ന്റെ കയ്യിലുമുണ്ടല്ലോ. അതിൽ തന്നെ ഈ പരാതിക്കാരി പറഞ്ഞിട്ടുള്ള ഞാൻ 1 ലക്ഷം രൂപ ചോദിച്ചു, 25,000 ഒറ്റ സെക്കൻഡ് വിജയൻ. അതായത് 2010-ലെ ലൈംഗികാതിക്രമം, 2024 ഓഗസ്റ്റ് 28-ന് ബലാത്സംഗത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഒക്ടോബർ 22-ന് വടക്കാഞ്ചേരി പോലീസ് മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ച് പിന്നീട് മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തി വിട്ടയക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം, നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അതിന് CPM നേതൃത്വം അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു ന്യായമുണ്ടല്ലോ. അതായത് ഇതുപോലെ സമാനമായ കുറ്റാരോപിതരായിട്ടുള്ള ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടില്ല. ഇനി മുകേഷ് രാജിവെച്ച ശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് നൽകാൻ കഴിയും, പക്ഷേ MLA സ്ഥാനം അങ്ങനെ നൽകാൻ കഴിയില്ല. ഈ യുക്തി നിരത്തിയ CPIM-ന് എന്ത് ധാർമ്മികതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ചോദിച്ചു വാങ്ങാനുള്ളതിൽ സമരം നടത്താനുള്ളത്? അതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇതിൽ ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങേക്ക് തന്നെ വളരെ സീനിയറായ ഒരു മാധ്യമപ്രവർത്തനത്തിൽ അങ്ങേക്ക് തന്നെ അറിയാം, രാഹുൽ മാങ്കൂട്ടം വിഷയവും മുകേഷ് വിഷയവും ഒരേ ത്രാസിൽ നിങ്ങൾ ചർച്ച ചെയ്യരുത്. ഇതിൽ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താ? ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതാണ്, ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കാത്തതാണ്. ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് 24 ഉൾപ്പെടെ വന്നില്ലേ? എന്തൊക്കെയാണ് പ്രശ്നം? ഗർഭിണിയാക്കിയതിന് ശേഷം മുകേഷിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞത് അതൊക്കെ അവരുടെ സ്വകാര്യതയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതിലേക്ക് പോകാതെ, ശരിയാണ്, ഈ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അതിനെ ഒന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ വന്നിട്ടുണ്ട്, പൊതുസമൂഹം അത് ചർച്ച ചെയ്യുന്നുണ്ട്. എങ്കിലും ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ. വിജിൻ, വോയിസ് കട്ടായോ? ശരിയായി. ഇപ്പൊ കേട്ടു. അങ്ങയുടെ ചോദ്യം ഞാൻ കേട്ടില്ല. താങ്കൾ ബാക്കി ഞാൻ പറഞ്ഞത് അതിനകത്തുള്ള കാര്യങ്ങൾ, അതായത് ഈ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട അതിലെ സംഭാഷണങ്ങൾ, അതൊക്കെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിലൊക്കെ സ്വകാര്യത എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഞാൻ അതുകൊണ്ട് അതിൽ ഉൾപ്പെട്ട മറ്റ് അതിൻ്റെ എതിർകക്ഷികൾ കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ചർച്ചയുടെ അന്തസ്സിന് യോജിക്കുന്നതായിരിക്കില്ല അതൊക്കെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, താങ്കൾ ഇതിൽ ഉള്ള നിലപാടുകൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ അതാണ് അങ്ങയോട് പറഞ്ഞത്. ഞാനത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് ഞാൻ അങ്ങയോട് പറഞ്ഞു. കേരളം കേട്ടതാണ്. കേരളം കേട്ട അതിഗൗരവമായ ഒരു പ്രശ്നം, 1 അല്ല 2 അല്ല 3 അല്ല, ഞാൻ അതിനപ്പുറം പറയുന്നില്ല. അങ്ങ് പറഞ്ഞ ഭാഗത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. ഞാൻ അതിനോട് അംഗീകരിച്ചുകൊണ്ട് അതിനപ്പുറമുള്ള ഒന്നിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രണ്ടും രണ്ടായി തന്നെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ സസ്പെൻഷൻ എന്നതുകൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പൂർണ്ണമായും കണ്ണിൽ പൊടിയിട്ട് ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ഒരു ഭാഗം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. തെരഞ്ഞെടുപ്പ് വർഷമല്ലാതിരുന്നെങ്കിൽ ഈ നടപടി പോലും എടുക്കാൻ തയ്യാറാകുമായിരുന്നില്ല കോൺഗ്രസ്. അത്രയും നീചമായ കോൺഗ്രസിൻ്റെ ചില പ്രവർത്തകരുടെ, എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും, ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയെല്ലാം ഏറെ ബഹുമാനത്തോടെ കാണുന്നവരാണ്. എല്ലാവരെയും കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറയുമ്പോൾ എല്ലാവരെയും ഞാൻ അതിൽ ചേർത്ത് വെക്കുന്നൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും നീചമായ രാഷ്ട്രീയ തലങ്ങളെ വെളിപ്പെടുത്തലായിട്ട് കൂടിയാണ് ഈ വിഷയത്തെ നാം ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിൽ പൊടിയിട്ട ഒരു സസ്പെൻഷനിലൂടെയൊന്നും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കോൺഗ്രസിന് സാധിക്കില്ല, പ്രതിപക്ഷ നേതാവിന് സാധിക്കില്ല, KPCC അധ്യക്ഷന് സാധിക്കില്ല. അത് വളരെ ഗൗരവമായ ഒരു വിഷയമായി തന്നെ കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം നാം കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.